നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് സീരീസ് കഴിഞ്ഞു. ഇനി അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് വാർത്തകളും വിശകലനങ്ങളും കണക്കെടുപ്പും വിമർശനങ്ങളും ഒക്കെ വരുന്ന സമയമാണ്. നമുക്കിനി ഏതാണ്ട് ഒരു മാസക്കാലം കളിയില്ല, ഇന്ത്യൻ ടീമിന് കളിയില്ല. എന്തായാലും ഇംഗ്ലണ്ടിനെ എറിഞ്ഞിട്ടതിൽ പ്രധാന പങ്ക് വഹിച്ച മുഹമ്മദ് സിറാജിന് ഇംഗ്ലണ്ട് ഡ്രസ്സിംഗ് റൂം ഒരു വിളിപ്പേര് കൊടുത്തിരുന്നു, ഒരു നിക്നെയിം താരത്തിന് കൊടുത്തിരുന്നു എന്ന് തുറന്നു പറയുകയാണ് മുൻ ഇംഗ്ലീഷ് നായകൻ കൂടിയായ കമൻറ്റേറ്റർ നാസർ ഹുസൈൻ. അതായത് ഇംഗ്ലീഷ് ഡ്രസ്സിംഗ് റൂമിൽ സിറാജിനെ വിളിച്ചിരുന്ന ഒരു പേര്, നമ്മൾ ചെല്ലപ്പേരെന്നോ വട്ടപ്പേരെന്നോ ഒക്കെ വിളിക്കുന്ന ആ ഒരു പേര് അവനിട്ടിരുന്നു. അങ്ങനെയാണ് അവർ സിറാജിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. അത് നോക്കാം, എന്ത് പേരാണ് ഇട്ടത്. നാസർ ഹുസൈൻ പറയുകയാണ്, ഡെയിലി മെയിലിൽ അദ്ദേഹത്തിൻ്റെ കോളത്തിൽ എഴുതിയതാണിത്. സിറാജ് ഹീസ് ഫെയറി. ഇംഗ്ലണ്ട് ബോയ്സ് അവനെ വിളിച്ചിരുന്നത് മിസ്റ്റർ ആംഗ്രി എന്നാണ്. ദേഷ്യക്കാരൻ, മിസ്റ്റർ ദേഷ്യക്കാരൻ, മിസ്റ്റർ ദേഷ്യം എന്നാണ് വിളിച്ചിരുന്നത്. മിസ്റ്റർ ദേഷ്യക്കാരൻ, മിസ്റ്റർ ആംഗ്രി എന്നാണ് സിറാജിനെ ഇംഗ്ലീഷ് ബോയ്സ് വിളിച്ചിരുന്നത്. ഒരു പക്ഷേ നമ്മുടെ കളിയുടെ ചരിത്രത്തിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഫോളോ ത്രൂ അവനായിരിക്കും. പക്ഷേ ഹി ഡിമാൻഡ്സ് യുവർ അറ്റൻഷൻ. തീർച്ചയായിട്ടും യു കുഡ് ഡു എ മൊണ്ടാഷ് ഓഫ് ദി ഹിസ്റ്റോണിക്സ്. നോക്കുക, അവന് ലോഡ്സിൽ വളരെയധികം ഡിസ്പയർ ആയിട്ട് മുട്ടുകുത്തിയിരുന്നു ആ കളി തോറ്റ സമയത്ത്. അവൻ്റെ സെലിബ്രേഷൻസ് നിങ്ങൾ നോക്കുക. ടി ആർ എസിൻ്റെ സെലിബ്രേഷൻ ചിലപ്പോൾ അവൻ അനുകൂലമായിട്ട് വരുമ്പോൾ ആ സെലിബ്രേഷൻ, അതല്ല ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ അവൻ്റെ ആ ഒരു നിരാശ, അതൊക്കെ ശരിക്കും പ്രകടിപ്പിക്കും. അതോടൊപ്പം തന്നെ ചില ഘട്ടത്തിൽ എതിരാളികൾക്ക് അവനൊരു വില്ലനായിട്ട് മാറും. അതായത് ഷെയ്ൻ വോണൊക്കെ ചെയ്തിരുന്ന പോലെ ഒരു വില്ലൻ്റെ റോളിലായിരിക്കും അവനെ കാണുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ അവനെ വെറുക്കുന്നത് ഇഷ്ടപ്പെടുന്നു, അവനെ വെറുക്കുന്നു. പക്ഷേ അവൻ്റെ മുഖത്ത് റെഗുലർലി ആ മാസീവ് സ്മൈൽ നമുക്ക്, ആ ചിരി നമുക്ക് കാണാനും പറ്റും. ഹീ ഈസ് ഡിഫറെൻറ്റ് എന്ന് പറയുന്നു നാസർ ഹുസൈൻ. ഇതിനെക്കുറിച്ച് ഇതാണിത് സംഗതി എന്ന് മനസ്സിലായിരുന്നില്ല. ജോ റൂട്ട് പറഞ്ഞ വാക്കുകൾ കണ്ടിരുന്നു. അത് ആംഗ്രി എന്ന് ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട് എന്ന് റൂട്ട് അന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ റൂട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നോക്കുക. സിറാജിൻ്റെ യഥാർത്ഥ മുഖം എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ പറ്റി പറയുകയാണ്. ഹി ഹാസ് ഗോട്ട് ദിസ് ഫേക്ക് ആംഗ്രിനെസ് അബൌട്ട് ഹിം സംടൈംസ് വിച്ച് ഐ ക്യാൻ സീ സ്ട്രൈറ്റ് ത്രൂ. ഹീസ് ആക്ച്വലി റിയലി നൈസ് ലാഡ് എന്നാണ് ജോ റൂട്ട് പറഞ്ഞത്. അപ്പോൾ സിറാജിൻ്റെ മുഖത്ത് വരുന്ന ഈ ആംഗ്രിനെസ് ഒക്കെ ഫേക്കാണ്. യഥാർത്ഥത്തിൽ സിറാജ് ഒരു നല്ല കുട്ടിയാണ്, നല്ല വ്യക്തിയാണ് എന്ന് അന്ന് ജോ റൂട്ട് പറഞ്ഞിരുന്നു. അത് ഡ്രസ്സിംഗ് റൂമിൽ അവൻ ഇങ്ങനെ ഒരു ആംഗ്രി എന്ന വിളിപ്പേരുണ്ട് എന്നതിൻ്റെ കാര്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.